തിരുവനന്തപുരത്തെ കെട്ടിട വിവാദത്തിൽ നിയമ നടപടികളിലേക്ക് നീങ്ങാനാണ് കോർപ്പറേഷൻ. അത് അവസാനിക്കുന്നില്ല കേട്ടോ. മുറി വിവാദം വാടകയ്ക്ക് നൽകിയ മുഴുവൻ കെട്ടിടങ്ങളുടെയും കരാറുകൾ പരിശോധിക്കും. അതേസമയം MLA ഓഫീസ് വിവാദത്തിൽ VK പ്രശാന്തിനെതിരെ കോൺഗ്രസ് രംഗത്തെത്തി. കോർപ്പറേഷനിലെ കെട്ടിടത്തിൽ MLA ഓഫീസ് പ്രവർത്തിപ്പിക്കുന്നത് തുച്ഛമായ തുകയ്ക്കാണെന്നാണ് വിമർശനം. ഗോപാൽ ശിലാസനലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഗോപാൽ, വെരി ഗുഡ് മോർണിംഗ്. ഗോപാൽ, BJPയിലെ ശ്രീലേഖ BJP സംസ്ഥാന നേതൃത്വത്തിന്റെ പിന്തുണയില്ലാതെ ഉയർത്തിയ ഒരു വിവാദമായിരുന്നു അത്. ശ്രീലേഖയും VK പ്രശാന്തും തമ്മിലുള്ള പ്രശ്നം താൽക്കാലികമായി പരിഹരിച്ചു. ഇപ്പോൾ രംഗത്ത് ശബരിനാഥൻ വേഴ്സസ് VK പ്രശാന്ത് എന്ന നിലയിലേക്കാണ്. ശബരിനാഥനും കോൺഗ്രസും പറയുന്നത് 872 രൂപയ്ക്ക് തുച്ഛമായിട്ട് ഈ MLA ഓഫീസ് ഇവിടെ പ്രവർത്തിക്കുന്നത് കോർപ്പറേഷന് നഷ്ടമല്ലേ എന്നുള്ളതാണ്. MLA ഓഫീസ് ലാഭനഷ്ട കണക്ക് പറയാൻ പറ്റുന്നൊരു കടയല്ലല്ലോ, അവിടെ കച്ചവടമല്ലല്ലോ നടക്കുന്നത് എന്നതാണ് മറുഭാഗത്തെ പ്രധാനപ്പെട്ട ന്യായം. എന്തായാലും ഈ വിഷയം ആളിക്കത്തുകയാണല്ലോ. ഈ മുറി വിവാദം അത്ര പെട്ടെന്ന് തീയണയാൻ സാധ്യതയില്ലേ? കോർപ്പറേഷൻ എന്തൊക്കെയോ നടപടികളിലേക്ക് കടക്കുന്നു എന്ന് കേട്ടു. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെയും വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ കണ്ണുവെച്ച് ഈ 3 മുന്നണികളും ഇത്തരത്തിലുള്ള നീക്കുപോക്ക് നടത്തും എന്നത് തന്നെയാണ് നമ്മൾ ഇതിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത്. ഇന്നലെ പ്രശാന്ത് ചോദിച്ചത് ഇതിൽ ഞാനും ശ്രീലേഖയും തമ്മിലുള്ള പ്രശ്നം പരിഹരിച്ചു, ഇതിനിടയിൽ എവിടെ നിന്നാണ് കോൺഗ്രസ് ശബരിനാഥനും വന്നത് എന്ന ചോദ്യമാണ് അദ്ദേഹം പരോക്ഷമായി പരിഹാസ രൂപേണ ചോദിച്ചത്. എന്താണെങ്കിലും ഈ വിഷയത്തിൽ ഇതിപ്പോൾ കോൺഗ്രസ് പ്രധാനമായും ഉയർത്തുന്ന വാദം, ഇന്നലെ KS ശബരിനാഥനാണ് ആ വിവാദത്തിന് തിരികൊളുത്തി വിട്ടത്. എന്തുകൊണ്ട് MLA ഹോസ്റ്റൽ ഇത്തരത്തിൽ VK പ്രശാന്ത് ഓഫീസായി പ്രവർത്തിപ്പിക്കുന്നില്ല? വളരെ തുച്ഛമായ വാടകയിൽ 50 രൂപ വാടകയിൽ MLA ഹോസ്റ്റൽ അവിടെ ഫ്രീ ആയി കിടക്കുമ്പോൾ എന്തുകൊണ്ട് അവിടെ പ്രവർത്തിപ്പിക്കാതെ മറ്റൊരു സ്ഥലത്ത് ഇത്തരത്തിലൊരു ഓഫീസ് പ്രവർത്തിപ്പിക്കുന്നു എന്ന ചോദ്യമാണ് പ്രധാനമായും KS ശബരിനാഥൻ ഇതുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചത്. അതിനെ പരിഹസിച്ചുകൊണ്ട് തന്നെയായിരുന്നു VK പ്രശാന്ത് മറുപടി നൽകിയതും. അതേസമയം തന്നെ മറുവശത്ത് നിയമപരമായ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് കോർപ്പറേഷൻ. ഈ VK പ്രശാന്തിൻ്റെ ഓഫീസുമായി ബന്ധപ്പെട്ട വാടക കരാർ രേഖകൾ അടക്കം പരിശോധിക്കാനും അതുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തത വരുത്താനുമാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ മറ്റ് വാടക കെട്ടിടങ്ങളുടെ കരാർ രേഖകളും കൃത്യമായി തന്നെ പരിശോധിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ചില കെട്ടിടങ്ങളെങ്കിലും ചട്ടവിരുദ്ധമായി വാടകയ്ക്ക് നൽകിയിട്ടുണ്ടോ എന്ന കാര്യം പരിശോധിച്ച് അത് വ്യക്തമായ രീതിയിൽ ഒരു റിപ്പോർട്ട് നൽകണം എന്ന ആവശ്യം കോർപ്പറേഷൻ സെക്രട്ടറിയോട് മേയർ കഴിഞ്ഞ ദിവസം മുന്നോട്ട് വെക്കുകയുണ്ടായി. അതേസമയം തന്നെ BJPയിൽ ശ്രീലേഖ ഇത്തരത്തിൽ കത്തിച്ചുവിട്ട വിവാദത്തിനോട് നേതൃത്വം കാര്യമായ രീതിയിൽ പ്രതികരിക്കുന്നില്ല എന്ന ഒരു കാര്യം കൂടി നമ്മൾ സൂചിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതിൽ നേതൃത്വത്തിന് അതൃപ്തി ഉണ്ടോ ഇല്ലയോ എന്നതൊക്കെ രണ്ടാമത്തെ കാര്യം. പക്ഷേ കൂടിയാലോചന നടത്താതെ ഇത്തരത്തിലേക്കൊരു വിവാദം ഉണ്ടാക്കി വിട്ടത്, അതും കോർപ്പറേഷനിൽ മേയർ അധികാരത്തിൽ കയറിയതിന് തൊട്ടടുത്ത ദിവസങ്ങളിൽ ഉണ്ടായത് വലിയ തോതിൽ അവർക്കും ക്ഷീണമുണ്ടാക്കിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. താങ്ക് യു ഗോപാൽ ശിലാസനൽ. ഗോപാൽ, എന്തായാലും കോർപ്പറേഷന്റെ പരിധിയിലുള്ള ഈ കെട്ടിടത്തിൽ MLAയുടെ ഓഫീസ് കുറഞ്ഞ വാടകയ്ക്കാണ് പ്രവർത്തിക്കുന്നതെന്ന്. പൊതുസ്ഥാപനങ്ങൾക്ക് അത്തരം സ്ഥാപനങ്ങളിലെല്ലാം തന്നെ വാടക കുറഞ്ഞായിരിക്കുമല്ലോ പ്രവർത്തിക്കുക. മാത്രമല്ല അവിടെ ആകെ കിട്ടുന്ന 75,000 രൂപയാണ് ഒരു MLAക്ക് അയാളുടെ ശമ്പളവും അയാളുടെ മണ്ഡലത്തിലെ ചെലവിന് വേണ്ടിയിട്ടും ആകെ കിട്ടുന്നത്. അതിലൊരു നല്ല ഭാഗം ഇങ്ങനെ വാടകയ്ക്ക് പോയാൽ ബാക്കി പൈസ എവിടെ കിട്ടുമെന്നൊരു ചോദ്യം കൂടിയുണ്ട്. എന്തായാലും ശബരിനാഥന്റെ ഇടപെടലിൽ വലിയ രീതിയിലുള്ള സമ്മിശ്ര പ്രതികരണങ്ങളാണ് ഉണ്ടാവുന്നത്. അത് ആർക്ക് ഗുണം ചെയ്യും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അത് ജനങ്ങൾക്ക് ഗുണം ചെയ്യാനുള്ള സാധ്യത എന്തായാലും വളരെ കുറവാണ്.